നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും എക്സാംസ് എല്ലാം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് വിളിച്ചത് RRB എക്സാം ആണ്. RRB എന്നാൽ IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള എക്സാം ആണ്. ടോട്ടൽ 43 RRBയിലേക്കാണ് ഇപ്പോൾ എക്സാം വിളിച്ചിരിക്കുന്നത്. കേരളത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാം അയക്കാൻ ആവശ്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മുതലായ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. IBPS RRB മെയിൻ ആയിട്ടും 2 പോസ്റ്റിലേക്കാണ് എക്സാം വിളിക്കുന്നത്. ഓഫീസർ പോസ്റ്റിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കും. ഓഫീസർ പോസ്റ്റിൽ തന്നെ 3 പോസ്റ്റുകളുണ്ട്, സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, നമുക്ക് ഒരേ സമയത്ത് ഓഫീസറും ക്ലർക്കും 2 പോസ്റ്റിലേക്കും അയക്കാൻ പറ്റുമെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും നമുക്ക് 2 പോസ്റ്റും അയക്കാൻ പറ്റും. പക്ഷേ ഓഫീസർ പോസ്റ്റിൽ സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ നമുക്ക് അയക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളെ പോലുള്ള സ്റ്റുഡൻസ് ആയ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് കൂടുതലും അയക്കാൻ പറ്റുന്നത് സ്കെയിൽ 1 തന്നെയാണ്. കാരണം സ്കെയിൽ 2ഉം സ്കെയിൽ 3ഉം എക്സ്പീരിയൻസ് വേണ്ടതായിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് IBPSന്റെ ഒഫീഷ്യൽ സൈറ്റ് ആയ www.ibps.in എന്ന സൈറ്റിൽ കയറിയാൽ RRBയുടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ IBPS നടത്തുന്ന RRB 10th എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കാര്യമാണ്. നമുക്കറിയാം 2020 എക്സാം വിളിച്ചപ്പോൾ, അതായത് കഴിഞ്ഞ വർഷം കേരള ഗ്രാമീൺ ബാങ്കിന് 0 വേക്കൻസി ആയിരുന്നു. ഇത്തവണ എക്സാമിന് കേരള ഗ്രാമീൺ ബാങ്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു ന്യൂസ് ആണ്. അപ്പോൾ നമുക്കിതിൽ കാണാം, ഓരോ സ്റ്റേറ്റിലെ ഗ്രാമീൺ ബാങ്കുകൾക്കും ഒരു ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം RRB എക്സാം സ്റ്റേറ്റ് വൈസ് ആണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ടെസ്റ്റും കൂടെയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലാണ് എക്സാം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് ഒരു മലയാളം ടെസ്റ്റും കൂടെ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാം, പുതുച്ചേരി ബാങ്ക്, അതായത് പുതുവൈ ഭാരതിയാർ ഗ്രാമ ബാങ്ക് എന്ന പുതുച്ചേരിയിലെ ഗ്രാമ ബാങ്കാണ്. അപ്പോൾ അവിടെയും മലയാളം ലാംഗ്വേജ് ഉണ്ട്. തമിഴ്, മലയാളം, തെലുഗു ആണ് അവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മലയാളം അറിയുന്നവർക്ക് അവിടെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുച്ചേരിയിൽ നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വേറെ സ്റ്റേറ്റിൽ എക്സാം എഴുതാവോ, തമിഴ്നാട്, കർണാടക എല്ലാം എക്സാം എഴുതാവോ എന്നുള്ള കാര്യം. അത് ടോട്ടലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ എക്സാം എഴുതുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഭാവിയിൽ നമുക്ക് ജോലി കിട്ടിയാൽ നമ്മൾ അതാത് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണോ, തമിഴ്നാടാണ് എക്സാം എഴുതുന്നതെങ്കിൽ നമ്മൾ തമിഴ്നാട് തന്നെ ലൈഫ് ലോങ് വർക്ക് ചെയ്യണം. കേരളത്തിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ ലൈഫ് ലോങ് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യണം. പിന്നെ ഒരു ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ഒരിക്കലും നമുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല എങ്കിൽ നമുക്ക് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും എക്സാം എഴുതാം. അല്ല, കേരളത്തിൽ തന്നെ നിൽക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിൽ തന്നെ എക്സാം എഴുതുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ എക്സാം കഴിയുമ്പോൾ ഒരു ലാംഗ്വേജ്, അതായത് മെയിൻസ് എക്സാം എല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാകും. അത് മലയാളത്തിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന 43 RRBകളിലേക്കാണ് IBPS എക്സാം നടത്തുന്നത്. നമുക്കറിയാം RRB സ്റ്റേറ്റ് വൈസ് നടത്തുന്ന ഒരു എക്സാം ആണ്. അതാത് സ്റ്റേറ്റുകൾക്ക് അതാത് RRBകളുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലാണ് എഴുതുന്നതെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിലേക്കാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ IBPS RRB എക്സാമിന് അപ്ലൈ ചെയ്യുന്നതായിട്ട് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നമ്മൾ അറിയേണ്ടത് ഏജ് ലിമിറ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാം, ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് പോസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കുന്നത് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ്. കറക്റ്റ് ആയിട്ട് ഇവിടെ 2 ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് 2/6/1993നും 1/6/2003നും ഇടയിലുള്ളവർക്കാണ് ഈ എക്സാം അയക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ഇതിന് തൊട്ട് മുന്നിലെ ഡേറ്റിലുള്ളവർക്ക് പോലും എക്സാം അയക്കാൻ എലിജിബിൾ അല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ ഓഫീസർ അഥവാ സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് എക്സാമിന് അയക്കാൻ സാധിക്കുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ്. അതിലും 2 ഡേറ്റ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓഫീസർ സ്കെയിൽ 2 അഥവാ മാനേജർ പോസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കുന്നത് 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർക്കാണ്. അതുപോലെ ഓഫീസർ സ്കെയിൽ 3 അഥവാ സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കുന്നത് 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്കാണ്. എല്ലാ പോസ്റ്റിലേക്കും കറക്റ്റ് ആയിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി വേണം നമ്മൾ എലിജിബിൾ ആണോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് ജനറൽ കാറ്റഗറിയിലും EWS കാറ്റഗറിയിലേക്കുള്ള ഏജ് ലിമിറ്റേഷൻസ് ആണ്. ഇതിനോടൊപ്പം തന്നെ ചില കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷൻസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ 5 വർഷം കൂടെ ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അതായത് ജനറൽ കാറ്റഗറിക്കാർക്ക് 30 വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ OBC ആണ് കാറ്റഗറി എങ്കിൽ 3 വർഷമാണ് ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാറ്റഗറി ആയ ഡിസേബിൾഡ് പേഴ്സൺ, എക്സ് സർവീസ്മാൻ, വിഡോസ് അല്ലെങ്കിൽ പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റയോട്ട് അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലും കറക്റ്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ നോട്ടിഫിക്കേഷനിൽ മെൻഷൻഡ് ആണ്. അത് നോക്കിയിട്ട് വേണം നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ IBPS RRB എക്സാം അയക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം.
ആദ്യമായിട്ട് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്ക് എക്സാം. ക്ലർക്ക് എക്സാം അയക്കുന്നതിനായിട്ട് നമുക്കൊരു ബാച്ചിലർ ഡിഗ്രിയാണ് വേണ്ടത്. ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ അയക്കുന്നത് അതാത് സ്റ്റേറ്റിന്റെ ലാംഗ്വേജും കൂടെ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് എക്സാമിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലാംഗ്വേജ് ടെസ്റ്റും കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കേരളത്തിലാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ മലയാളം ലാംഗ്വേജ് ആണ് അറിയേണ്ടത്. തമിഴ്നാട്ടിലാണ് അയക്കുന്നതെങ്കിൽ തമിഴ് ലാംഗ്വേജ് അറിയേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നോളജ് ഓഫ് കമ്പ്യൂട്ടറും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഡിസൈറബിൾ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് ഓഫീസർ സ്കെയിൽ 1 അഥവാ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കും ഒരു ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്ററിനറി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോ, ഇക്കോണമിക്സ്, ഇത്രയും സബ്ജക്റ്റുകളിൽ ഡിഗ്രി ഉള്ളവർക്ക് പ്രിഫറൻസ് കൂടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതാത് സ്റ്റേറ്റിലെ ലാംഗ്വേജും പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം, വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ പോസ്റ്റുകളെല്ലാം എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റുകളാണ്. അതായത് ഓഫീസ് അസിസ്റ്റന്റും ഓഫീസർ സ്കെയിൽ 1 അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കൊന്നും എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നില്ല. അടുത്തതായി പറയാൻ പോകുന്നതെല്ലാം എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളാണ്. ഓഫീസർ സ്കെയിൽ 2 അല്ലെങ്കിൽ ജനറൽ ബാങ്കിംഗ് ഓഫീസർ, അതിനും ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് വേണ്ടത്. മിനിമം 50% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ മുന്നേ പറഞ്ഞതുപോലെ ഇത്രയും സബ്ജക്റ്റുകളിൽ പ്രൊഫഷൻസി ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഓഫീസർ സ്കെയിൽ 2 പോസ്റ്റിൽ 2 വർഷമാണ് ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടത്. ഓഫീസർ സ്കെയിൽ 2 അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത് IT ഓഫീസർ, ലോ ഓഫീസർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മാർക്കറ്റിംഗ് ഓഫീസർ, ട്രഷറി മാനേജർ, അഗ്രികൾച്ചർ ഓഫീസർ, ഇത്രയും പോസ്റ്റിലേക്കാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഓരോന്നിനും അതിന്റേതായ എക്സ്പീരിയൻസുകൾ കറക്റ്റായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഓഫീസർ സ്കെയിൽ 3 അല്ലെങ്കിൽ സീനിയർ മാനേജർ. അവിടെയും 50% മിനിമം മാർക്കോട് കൂടി ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഇത്രയും സബ്ജക്റ്റുകളിൽ പ്രൊഫഷൻസി ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. 5 വർഷമാണ് അവിടെ മിനിമം എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. 28/6/2021 എന്നൊരു ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ആ ഡേറ്റിനോ അതിന് മുന്നെയോ നമ്മുടെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ ആ സമയത്ത് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് അതായത് ക്ലർക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് ജോയിൻ ടൈം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്സാം അപ്ലൈ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെയാണ് ഫീ സ്ട്രക്ചർ? അപ്പോൾ എക്സാം അപ്ലൈ ചെയ്യുന്നതിന് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എത്രയാണ് എന്നുള്ളത് നോക്കാം. ഓഫീസർ പോസ്റ്റിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്ക് പോസ്റ്റിലേക്കും ഒരേ ഫീ സ്ട്രക്ചർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. SC, ST, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 175 രൂപയും ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും 850 റുപ്പീസും ആണ് ഫീ സ്ട്രക്ചർ. അതുപോലെ ഓഫീസ് അസിസ്റ്റന്റിൽ SC, ST, PWD അല്ലെങ്കിൽ AEXSM കാൻഡിഡേറ്റ്സിന് 175 രൂപയും ഓൾ അതർ കാറ്റഗറീസിന് 850 റുപ്പീസും ആണ് ഫീ സ്ട്രക്ചർ. ഇത് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ 8/6/2021 28/6/2021 ഇടയിലാണ് ഈ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ നോക്കിയത് ആപ്ലിക്കേഷൻ അയക്കുന്നതിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ഓൺലൈൻ എക്സാമിനേഷന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ RRB എക്സാമിൽ ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ പ്രിലിമിനറി മെയിൻസ് എക്സാമും മാത്രമാണ് ഉള്ളത്. ഇന്റർവ്യൂ ഇല്ല. പ്രിലിമിനറി കഴിഞ്ഞാൽ മെയിൻസ് എക്സാം കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും കൂടെ ഉണ്ടാവും. അതുപോലെ ഓഫീസർ പോസ്റ്റിലാണെങ്കിൽ പ്രിലിമിനറി മെയിൻസിനും ഒപ്പം തന്നെ ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ടാവും. ഇന്റർവ്യൂവിന് ശേഷം അത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതേണ്ടതായി വരുന്നത്. അപ്പോൾ RRBയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സാം പോലെയല്ല. RRBയുടെ പ്രിലിമിനറി എക്സാമിൽ ഇംഗ്ലീഷ് ഇല്ല. നമുക്ക് ആകെ പഠിക്കേണ്ടതായിട്ടുള്ളത് റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രമാണ്. പ്രിലിമിനറി എക്സാമിൽ ഇംഗ്ലീഷ് ഇല്ല. മെയിൻസിലാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഓഫീസ് അസിസ്റ്റന്റിന്റെ കാര്യം നോക്കാം. ഓഫീസ് അസിസ്റ്റന്റിൽ റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയാണുള്ളത്. രണ്ടിലും 40 ക്വസ്റ്റ്യൻസ് വീതമാണുള്ളത്. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റ്സിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ RRBയുടെ ഒരു പ്രത്യേകത, RRBക്ക് സെക്ഷണൽ ടൈമർ ഉണ്ടാവില്ല. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാകും, പക്ഷെ സെക്ഷണൽ ടൈമർ ഇല്ല. അപ്പൊ നമുക്ക് കോമ്പോസിറ്റ് ആയിട്ട് 45 മിനിറ്റ്സ് ആണുള്ളത്. ബാക്കിയുള്ള എക്സാം പോലെ 100 ക്വസ്റ്റ്യൻസ് ഇല്ല. RRB എക്സാമിന് 80 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 45 മിനിറ്റ്സിൽ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കും വളരെ സ്പീഡിൽ എഴുതേണ്ട ഒരു എക്സാമാണ് RRB. അതുപോലെ തന്നെ വളരെ എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും ആണത്. അടുത്തതായി ഓഫീസർ സ്കെയിൽ 1. ഓഫീസർ സ്കെയിൽ 1ലും അതുപോലെ തന്നെയാണ് റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റി ആണുള്ളത്. രണ്ടിലും കൂടെ 40 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റ്സിലാണ് നമുക്ക് എഴുതേണ്ടത്. അങ്ങനെയാണ് പ്രിലിംസ് എക്സാം. പ്രിലിംസ് എക്സാമിൽ ഇംഗ്ലീഷ് ഇല്ല, റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രമാണുള്ളത്. അത് കഴിഞ്ഞ് പ്രിലിംസ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ മെയിൻസ് എക്സാം ഉണ്ട്. അപ്പോൾ മെയിൻസ് എക്സാമിൽ റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും കമ്പ്യൂട്ടറിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമുക്ക് 5 സെക്ഷൻ ആണുള്ളത്.
ഇതിൽ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ 4A 4B എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഓപ്ഷൻസ് നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓരോ സെക്ഷനിലും 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പക്ഷെ മാർക്ക് ഡിഫറെന്റ് ആണ്. 40 ക്വസ്റ്റ്യൻസിൽ റീസണിംഗിൽ 40 ക്വസ്റ്റ്യൻസിന് 50 മാർക്സ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ 40 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 20 മാർക്കേ ഉള്ളൂ. ഓരോ ക്വസ്റ്റിനും ഹാഫ് മാർക്കിന്റേതാണ് കമ്പ്യൂട്ടർ. അത്രത്തോളം ഇമ്പോർട്ടൻസ് കുറഞ്ഞതാണ് കമ്പ്യൂട്ടർ. എന്നാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. GA 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സിനാണ് ചോദിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷും 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സിനാണ് ചോദിക്കുന്നത്. റീസണിംഗ് പോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയും 40 ക്വസ്റ്റ്യൻസ് 50 മാർക്സിനാണ് ചോദിക്കുന്നത്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കോമ്പോസിറ്റ് ആയിട്ട് 2 hour ആണ് സമയം കൊടുത്തിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. സെക്ഷണൽ ടൈമർ ഉണ്ടാകില്ല. കോമ്പോസിറ്റ് ആയിട്ട് ടോട്ടലി ഒരു 2 hour സമയമാണുള്ളത് 200 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെയാണ് ഓഫീസർ സ്കെയിൽ 1. ഇതേപോലെ തന്നെയാണ് 5 സെക്ഷൻസ് ഉണ്ടാകും. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് 2 hours ടൈമിലാണ് നമുക്ക് മെയിൻസ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പ്രിലിംസ് എക്സാമിന്റെ മാർക്ക് നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ വേണ്ടി മാത്രം മതി. അത് നമുക്ക് പിന്നെ യൂസ്ഫുൾ അല്ല. അവസാനത്തെ മാർക്ക് ഫൈനൽ ലിസ്റ്റിൽ നമുക്ക് മെയിൻസിന്റെ എക്സാമിന്റെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്. ക്ലർക്കിന്റെ കാര്യത്തിൽ ഓഫീസർ ആണെങ്കിൽ നമുക്ക് മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും കൂടെ മാർക്കാണ് നോക്കുന്നത്. ബാക്കിയുള്ള എക്സാം പോലെ നമുക്ക് ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല. RRBയിൽ ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല. മെയിൻസ് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ഫേസ് ഇന്റർവ്യൂ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അത് പാസ്സാവുകയാണെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റും കൂടെ ഉണ്ടായിരിക്കും. ഓഫീസർ സ്കെയിൽ 2 അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് കാഡർ. ഇവിടെ IT ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ, ലോ ഓഫീസർ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് പ്രൊഫഷണൽ നോളജ് എന്നൊരു സെക്ഷൻ ഉണ്ട്. പ്രൊഫഷണൽ നോളജ് എന്ന സെക്ഷൻ 40 ക്വസ്റ്റ്യൻ 40 മാർക്കിനാണ് ചോദിക്കുന്നത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ടോട്ടൽ 240 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ടോട്ടൽ മാർക്ക് 200 ആണ്. ഇതിന് കോമ്പോസിറ്റ് ടൈം എന്ന് പറയുന്നത് 2 hours 30 minutes ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഓഫീസർ സ്കെയിൽ 3. അവിടെയും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ 200 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 200 ക്വസ്റ്റ്യൻസിന് ടോട്ടൽ 2 hours ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റോങ് ആൻസേഴ്സിന്റെ പെനാൽറ്റിയുടെ കാര്യവും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കറക്റ്റ് ആൻസേഴ്സിന് മാർക്ക് ഉള്ളതുപോലെ തന്നെ റോങ് ആൻസേഴ്സിന് 1/4 മാർക്കാണ് ഡിഡക്ട് ചെയ്യുന്നത്. അടുത്തതായി കട്ട് ഓഫ് സ്കോറിന്റെ കാര്യം. ഓഫീസർ പോസ്റ്റ് ആണെങ്കിലും ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിലും നമുക്ക് മിനിമം കട്ട് ഓഫ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെക്ഷണൽ ആയിട്ട് കട്ട് ഓഫ് മാർക്കും ഉണ്ടാകും, ടോട്ടൽ കട്ട് ഓഫ് മാർക്കും ഉണ്ടാകും. നമ്മൾ ഓരോ സെക്ഷനിലും ഒരു കട്ട് ഓഫ് പാസ് ആയിട്ടുണ്ടാകണം. അത് വളരെ ചെറിയ മാർക്കായിരിക്കും സെക്ഷണൽ കട്ട് ഓഫ്. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഓവറോൾ 80 മാർക്ക് ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടാകും. അത് ഏത് പോസ്റ്റിനാണെങ്കിലും നമ്മൾ ആ കട്ട് ഓഫ് സ്കോർ പാസ് ആയാൽ മാത്രമേ നമുക്ക് പ്രിലിംസും മെയിൻസും പാസ് ആവാനായിട്ട് സാധിക്കൂ. ഇപ്പൊ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് വായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ തന്നെ അയക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും ജോയിൻ ചെയ്യുന്ന സമയത്തും ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 കാര്യങ്ങളാണ് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫിന്റെ സൈസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴെ അനക്ഷറിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാം. അതുപോലെ തന്നെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് തമ്പ് ഇല്ലാത്തവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമുക്ക് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിലാകാൻ പാടില്ല, സ്മോൾ ലെറ്റർ. അതായത് നമ്മുടെ റണ്ണിങ് ഹാൻഡ്സ് നമ്മൾ എങ്ങനെയാണോ സൈൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് തന്നെ സൈൻ ചെയ്യേണ്ടതുമാണ്. പിന്നെ ഇവിടെ ഡിക്ലറേഷൻ എന്താണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് ഐ നെയിം ഓഫ് കാൻഡിഡേറ്റ് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്ന് കറക്റ്റ് ആയിട്ട് ആ സെന്റൻസ് കോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡിക്ലറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്റർവ്യൂവിന്റെ സമയത്തും ജോയിൻ ചെയ്യുന്ന സമയത്തും എല്ലാം ഈ ഡിക്ലറേഷൻ അവർ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡിക്ലറേഷൻ വേറെ ആരെയും കൊണ്ട് എഴുതിക്കാതിരിക്കാൻ നമ്മൾ തന്നെ എഴുതി നമ്മുടെ റണ്ണിങ് ഹാൻഡ് ലെറ്റേഴ്സിൽ തന്നെ എഴുതി സ്കാൻ ചെയ്താണ് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഡേറ്റ്സും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ബാങ്ക് എക്സാമുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴാണ് എക്സാം നടത്തുന്നത്, റിസൾട്ട് എപ്പോഴാണ് വരുന്നത് എന്നെല്ലാം നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാം ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഡേറ്റ് ജൂൺ 8 മുതൽ ജൂൺ 28 വരെയാണ്. അതായത് ജൂൺ 28 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എക്സാം അയച്ചിട്ടില്ലാത്തവർ ജൂൺ 28 മുന്നേ തന്നെ അയക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിന്റെ മന്ത് കൊടുത്തേക്കുന്നത് ഓഗസ്റ്റിലാണ് പ്രിലിംസ് എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ മെയിൻസ് എക്സാം സെപ്റ്റംബർ ഒക്ടോബറിലായിട്ടാണ് നടക്കുന്നത്.
ഓഫീസർ പോസ്റ്റിന്റെ ഇന്റർവ്യൂ നടക്കുന്ന ടൈം ഒക്ടോബർ നവംബർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എല്ലാ ഡേറ്റ്സും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോട് നോക്കുന്ന ഒരു കാര്യം കേരള ഗ്രാമീൺ ബാങ്കിൽ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം 2020 കേരള ഗ്രാമീൺ ബാങ്കിൽ 0 വേക്കൻസി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വർഷം 2021 കേരള ഗ്രാമീൺ ബാങ്കിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഇത് ഓഫീസ് അസിസ്റ്റന്റ് വേക്കൻസിയുടെ കാര്യമാണ്, അതായത് ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള വേക്കൻസിയുടെ കാര്യമാണ്. കേരളത്തിൽ SC കാറ്റഗറി ആണെങ്കിൽ 17 വേക്കൻസിയും STക്ക് 2 വേക്കൻസി, OBC 46, EWS ആണെങ്കിൽ 17 വേക്കൻസിയും ജനറൽ കാറ്റഗറി ആണെങ്കിൽ 88 വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാറ്റഗറി HI, OC, VI, ID, EXS എല്ലാ കാറ്റഗറിയിലേക്കും കറക്റ്റ് ആയിട്ട് വേക്കൻസി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഓഫീസർ പോസ്റ്റിന്റെ വേക്കൻസി നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഓഫീസർ സ്കെയിൽ 1, അതായത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ കേരളത്തിന് എത്ര വേക്കൻസി ഉണ്ടെന്നത് നോക്കാം. അപ്പൊ ഇത് ഓഫീസർ സ്കെയിൽ 1, അതായത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലെ കേരള വേക്കൻസിയാണ്. SC കാറ്റഗറിയിൽ കേരളത്തിൽ 11 വേക്കൻസിയും, ST ആണെങ്കിൽ 5 വേക്കൻസി, OBCക്ക് 19 വേക്കൻസിയും, EWS 7 വേക്കൻസിയും, ജനറൽ കാറ്റഗറിക്ക് 30 വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാറ്റഗറിയുടെയും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്റ്റേറ്റിന്റെയും വേക്കൻസി ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതാത് സ്റ്റേറ്റിൽ എഴുതുന്നത്, ഏത് സ്റ്റേറ്റിലാണോ എഴുതുന്നത് അതിന്റെ വേക്കൻസി നമുക്ക് നോക്കാവുന്നതാണ് നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ വേക്കൻസിയെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് കട്ട് ഓഫ് മാർക്കും ഇരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. വേക്കൻസി കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ ഡിഫറെന്റ് ചേഞ്ച് ആയി തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 2, സ്കെയിൽ 3 എല്ലാ പോസ്റ്റിന്റെയും വേക്കൻസി കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പൊ അതാത് പോസ്റ്റിൽ അയക്കുന്നവർക്ക് നോട്ടിഫിക്കേഷൻ നോക്കി വേക്കൻസി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ എവിടെയൊക്കെയാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉള്ളത് എന്ന് അറിയട്ടെ. അപ്പൊ നമുക്ക് കേരളത്തിന്റെ എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെയാണെന്നുള്ളത് നോക്കാം. കേരളത്തിന് പ്രിലിംസ് എക്സാം ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ ഇത്രയും സ്ഥലത്താണ് പ്രിലിംസ് എക്സാം നടത്തുന്നത്. അതുപോലെ മെയിൻസ് എക്സാം വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൻസ് എക്സാം നടത്തുന്നത് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി പറയുന്നത്, നമ്മൾ IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ IBPS.in കയറുക. അവിടെ നമുക്ക് ഇങ്ങനെ മൂവിംഗ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ന്യൂ എന്ന പേരിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ CRP RRB എന്നൊരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ലിങ്കിലേക്ക് പോകുന്നതാണ്. ആ മൂവിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് അയക്കുന്നതെങ്കിലും ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്കാണ് അയക്കുന്നതെങ്കിലും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അയക്കേണ്ടത്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ ഓഫീസ് അസിസ്റ്റന്റ് ലിങ്കിൽ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഈ നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ആദ്യമായി അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ബേസിക് ഇൻഫോ, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ, അപ്ലോഡ്സ് ഇത്രയും ഫോംസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബേസിക് ഇൻഫോ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ നമ്പറോ ഇമെയിൽ ഐഡിയോ നെയിം ഒന്നും തന്നെ തെറ്റിക്കാൻ പാടില്ല. ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പൊ താഴെ നമുക്ക് ഇതെല്ലാം ഫിൽ ചെയ്ത് വന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് SMS ആയിട്ടും നമ്മുടെ മെയിൽ IDയിലേക്കും ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്താണ് ഫ്യൂച്ചറിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ റിസൾട്ട് നോക്കാനാണെങ്കിലും ബാക്കി എന്ത് കയറി ചെയ്യണമെങ്കിലും ആ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം തെറ്റിക്കാതെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഇവിടെയാണ് നമ്മൾ ഫോട്ടോയും സൈൻ എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നമ്മുടെ മാർക്സിന്റെ ഡീറ്റെയിൽസും എല്ലാം വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽസിന്റെ താഴെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ പ്രിവ്യൂ വന്നതിന് ശേഷം നമ്മുടെ തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും എല്ലാം കൊടുക്കേണ്ടതാണ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതായിരിക്കും. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത ഒരു ഡീറ്റെയിൽസ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഒന്നും തന്നെ പിന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അവസാനമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ
ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫൈനൽ സബ്മിഷൻ നടന്നിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ ഫീയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ് കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വാലിഡ് ആയിട്ട് വരുള്ളൂ. സോ നമ്മൾ ഫീ എല്ലാം കൊടുത്തു കഴിയുമ്പോഴും നമ്മുടെ മെയിലിലേക്കും SMS-ലേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു മെസ്സേജും മെയിലും വരുന്നതായിരിക്കും. അത്രയും കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തു എന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ കണ്ട് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എല്ലാം കൊടുക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ഇവിടെ അനക്ഷറിൽ പറഞ്ഞിട്ടുണ്ട്. അനക്ഷറിൽ നമ്മുടെ ഫോട്ടോഗ്രാഫിന്റെ ഇമേജ് എത്രയാണ് സൈസ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഫോട്ടോ ഇമേജ് 4.5 by 3.5 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫയൽ സൈസ് എപ്പോഴും 20 KB to 50 KB ആയിരിക്കണം. ഡയമെൻഷനും കൊടുത്തിട്ടുണ്ട് 200 by 230 പിക്സൽ ആണ്. സോ നമ്മൾ എപ്പോഴും നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആയാലും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആയാലും നേരത്തെ തന്നെ ഈ സൈസിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് എക്സാമിനും അത് യൂസ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഫോട്ടോഗ്രാഫ് നേരത്തെ തന്നെ 20 KB to 50 KB സൈസിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ സൈസിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ സിഗ്നേച്ചറിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് പേപ്പറിലാണ് സൈൻ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ലെറ്റേഴ്സിലല്ല, നമ്മുടെ നോർമൽ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിലാണ് സൈൻ ചെയ്യേണ്ടത്. സോ ബ്ലാക്ക് ഇങ്ക് പെന്ന് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബ്ലൂ ഇങ്ക് അല്ല, ബ്ലാക്ക് എന്ന് നോട്ടിഫിക്കേഷനിൽ കമ്പൾസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ബ്ലാക്ക് ഇങ്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ സൈസ് 10 KB to 20 KB ആണ് ഫയൽ സൈസ് ആകേണ്ടത്. സിഗ്നേച്ചർ 140 by 60 പിക്സൽ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10 KB to 20 KBക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കണം സിഗ്നേച്ചറിന്റെ സൈസ്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സൈൻ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്റെ സൈസും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 20 KBയും 50 KBയുടെ റേഞ്ചിനിടയിൽ തന്നെ ആയിരിക്കണം ഫയൽ സൈസ്. അതുപോലെ ഫയൽ ടൈപ്പ് JPGയോ തന്നെ ആയിരിക്കണം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്കിലാണ് എഴുതേണ്ടത്, ബ്ലൂ ഇങ്ക് അല്ല. സൈൻ പോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും ബ്ലാക്ക് ഇങ്കിലാണ് എഴുതേണ്ടത്. അതിന്റെ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50 KBക്കും 100 KBക്കും ഇടയിലായിരിക്കണം. ഫയൽ ടൈപ്പ് JPGയോ തന്നെ ആയിരിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങളും വളരെ കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ച് തന്നെ ചെയ്യുക. കാരണം നമുക്ക് ഇതെല്ലാം ഭാവി നമ്മുടെ ഓരോ പ്രോസസ്സിനും യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഫോട്ടോയും സൈനും തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഒന്നും തെറ്റിക്കാതിരിക്കുക. ഈ സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും സിഗ്നേച്ചറും ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കരുത്. എപ്പോഴും സ്മോൾ ലെറ്ററിൽ തന്നെയാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എല്ലാം എഴുതേണ്ടത്. അനക്ഷർ 4 സെൽഫ് ഡിക്ലറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ, പ്രിലിംസ് എക്സാം ആണെങ്കിലും മെയിൻസ് എക്സാം ആണെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നമ്മുടെ പ്രിലിംസിന്റെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അതിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഇത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് പോവേണ്ടത്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലുള്ളവർക്കും എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വേണ്ടത്, അതുപോലെ ഇപ്പം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ഫോം ആണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും ലാസ്റ്റ് അനക്ഷറിലെ എല്ലാ ഡോക്യുമെന്റ്സ്, അതായത് എല്ലാ ഫോമും കൊടുത്തിട്ടുണ്ട്. അതായത് കാറ്റഗറിക്കാർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാവും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും നോട്ടിഫിക്കേഷൻ നന്നായിട്ട് തന്നെ വായിച്ച് എക്സാം കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ RRB വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. കഴിഞ്ഞ വർഷം 2020 ഈ എക്സാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രാക്ടീസും നമുക്ക് നല്ല സ്പീഡും ഉണ്ടെങ്കിൽ ഈ എക്സാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതാൻ സാധിക്കും. ബാക്കിയുള്ള എക്സാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണിത്. RRB സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബാണ്. സോ എല്ലാവരും ഈ ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു സമയത്ത് നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാമിന് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.